ജെയിൻ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ജെയിൻ ജന്മദിനാചരണം സംഘടിപ്പിച്ചു. കോട്ടയ്ക്കകത്ത് അനന്തശായി ബാലസദനത്തിൽ സംഘടിപ്പിച്ച ജന്മദിനാചരണ പരിപാടി VK പ്രശാന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ജെയിൻ കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് K ജയരാജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗായത്രി നായർ, ചാല വാർഡ് കൗൺസിലർ സിമി ജ്യോതിഷ്, ജെയിൻ കലാ സാംസ്കാരിക വേദി സെക്രട്ടറി ഷാജൻ ഷാജു, ട്രഷറർ ശിവരാഹം സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രമുഖ ഗായകർ പങ്കെടുത്ത ഗാനസന്ധ്യയും ജന്മദിന സദ്യയും ഉണ്ടായിരുന്നു. ജെയിൻ കലാ സാംസ്കാരിക സമിതിയുടെ മറ്റു ഭാരവാഹികൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള അനശ്വരനായിട്ടുള്ള ശ്രീ ജെയിന്റെ 41ാമത്തെ വയസ്സിൽ അദ്ദേഹം വിട്ടുപിരിയുകയാണ്. നേരത്തെ ശ്രീ ജയരാജ് സൂചിപ്പിച്ചതുപോലെ മലയാള സിനിമയിൽ ചുരുങ്ങിയ കാലം മാത്രം ഇടപെടാൻ അവസരം കിട്ടിയ ഒരാളാണ് ശ്രീ ജെയിൻ. പക്ഷെ ആ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം നിരവധി കഥാപാത്രങ്ങളിലൂടെ അന്നത്തെ തലമുറയുടെ മനസ്സിലേക്കും പിന്നീട് വന്ന തലമുറയുടെ മനസ്സിലേക്കും ഒക്കെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ ജീവിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ജയിക്കുന്നത് ജെയിൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ ജയിക്കുന്നത്. 81-ൽ അദ്ദേഹം മരണപ്പെടുകയാണ്. 80-ൽ മരണപ്പെടുകയാണ്. അപ്പൊ അതിനുശേഷം വന്നിട്ടുള്ള തലമുറയുടെ മനസ്സിലേക്കും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം സന്നിവേശം ചെയ്യപ്പെടുകയാണ്. അന്നുവരെ മലയാള സിനിമയിൽ ഇല്ലാത്ത നിലയിൽ പുതിയ ശൈലിക്ക് അദ്ദേഹം തുടക്കമിടുകയും ചെയ്തു. ആകാര സൗഷ്ഠവം കൊണ്ടും അദ്ദേഹത്തിന്റെ ഡയലോഗ് പ്രസന്റേഷൻ കൊണ്ടും സ്ക്രീൻ പ്രസന്റേഷൻ കൊണ്ടും ഒക്കെ തന്നെ ഒരു പുതിയ ശൈലിക്ക് അദ്ദേഹം മലയാള സിനിമയിൽ തുടക്കമുണ്ട്. ഇപ്പൊ രതീഷ് വന്നത് അങ്ങനെയാണ് അല്ലേ? മമ്മൂട്ടി ആദ്യമായിട്ട് വരുന്നതും ഇദ്ദേഹത്തിന്റെ റോളിലേക്കാണ്. പക്ഷേ ജയനെ അനുകരിക്കാൻ അവർ ശ്രമിച്ച് പരാജയപ്പെട്ടു. പക്ഷെ ജയന് വേണ്ടി സൃഷ്ടിച്ച കഥാപാത്രങ്ങളിൽ അവർ ചോദിച്ചു. അത് സത്യമാണ് അല്ലേ? അപ്പൊ ജയന് പകരം ജയൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തനതായ ശൈലിയിലൂടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു മികവാണ് അദ്ദേഹത്തെ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആവാഹിച്ച് നിർത്തുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഈ അവസരത്തിൽ ജയനെ ഓർമ്മിക്കുന്ന ഈ സമയം നമുക്ക് കൃത്യമായി പറയാൻ വേണ്ടി കഴിയും. പിന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും അല്ലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് പിന്നീട് ഓർമ്മിക്കുക. നമ്മളെയൊക്കെ പിന്നീട് ഓർമ്മിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരും. നമ്മൾ ജീവിച്ചു എന്ന് പറയുന്ന പോലെ അവർ മാഞ്ഞു പോകും, വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോകും. അപ്പൊ നമ്മുടെ തിരക്കുകൾ പിടിച്ച ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് എല്ലാം സംഭവിക്കുക. ആരെയും കുറ്റം പറയുന്നതിന് കാര്യമില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുന്ന സമയത്ത് പിന്നീട് ഓർമ്മിക്കാൻ തക്ക നിലയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു വെക്കാൻ എല്ലാവരും ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ജയന്റെ ഓർമ്മകൾക്ക് വേണ്ടി, ജയന്റെ സ്മരണകൾക്ക് വേണ്ടി ഈ സംഘടന ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷമുള്ള ഒരു കാര്യമാണ്. മികച്ച ചലച്ചിത്ര താരത്തിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അവാർഡൊക്കെ കൊടുക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ സംഘടന ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ജയന്റെ ഈ ജന്മദിനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ കൂടി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗാനം ആലപിച്ചുകൊണ്ട് സ്നേഹകാരൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഓരോ ഗാനം ആലപിച്ചുകൊണ്ട് നമ്മുടെ പെഞ്ചു കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരെയും കോളമായി ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഗായകനെയും ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തലായിരിക്കും. മലയാള സിനിമാ ചരിത്രത്തിന്റെ ഒരു പുസ്തകം നമ്മൾ എഴുതുകയാണെങ്കിൽ അതിൽ സ്വർണ്ണ ലിപികളിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു നടൻ അത് ശ്രീ ജയൻ മാത്രമാണ്. കാരണം വെറും 4-5 വർഷങ്ങൾ കൊണ്ട് മലയാള സിനിമാ ചരിത്രത്തെ ഇളക്കി മറിച്ചുകൊണ്ട് തിയേറ്ററുകളെല്ലാം പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ശബ്ദ ഗാംഭീര്യത്തിൽ, പുഞ്ചിരിയിൽ, നോട്ടത്തിൽ വില്ലനായി വന്ന് നായകനായി മാറി മൺമറഞ്ഞു പോയതിനു ശേഷവും 85ാം പിറന്നാൾ ഞങ്ങളെ പോലുള്ള ഒരു സംഘടനയോട് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഞങ്ങളെ നിക്ഷേപിച്ചു പോയെന്നാണ് നിങ്ങൾ കുഞ്ഞുങ്ങൾ ഓർക്കാൻ